നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവം തരുന്ന ഓരോ അവസരങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും നിവാസികളും ദൈവത്തിൻ്റെ വകയാണ്. സമുദ്രങ്ങളുമേ സ്ഥാപിച്ചു, നദികളുമേ നിർമ്മിച്ചു എന്ന് സങ്കീർത്തനം 24 പറയുന്നു. ഉത്തമഗീതം 5-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിൻ്റെ പ്രിയനെ കുറിച്ച് ഇത്രമാത്രം പറയാൻ കാരണമെന്താണ് ശൂലേമോട് ചോദിക്കുമ്പോൾ 10-ാമത്തെ വാക്യം മുതൽ പറഞ്ഞ് എൻ്റെ സുന്ദരനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയൻ അതിസുന്ദരൻ 10,000 ശ്രേഷ്ഠൻ എന്ന വാക്ക് പറഞ്ഞ് പ്രിയനെക്കുറിച്ച് വർണ്ണിക്കുന്ന രംഗം 10-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 18-ാമത്തെ വാക്യം വരെ എന്ന് വായിക്കുമ്പോൾ കാണുന്നു. പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ സൗന്ദര്യം ശ്രേഷ്ഠമാണെങ്കിൽ യേശുക്രിസ്തു സൃഷ്ടിപ്പും ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ. അത് കണ്ണുകൾക്ക് ഇൻപമായും നമ്മുടെ മനസ്സിന് വളരെ ആശ്വാസവും പകരത്തക്കവണ്ണം, ഹൃദയത്തെ കുളിർമയേക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ പൂവിൻ്റെയും പ്രകൃതിയുടെയും വൃക്ഷത്തിൻ്റെയും സസ്യഹരിതാദികളുടെയുള്ള വർണ്ണനകൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്തുമാത്രമാണ് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. നോക്കൂ, എന്തുമാത്രം ഭംഗിയാണ്. കൃഷിത്തോട്ടമായി തമിഴ്നാടിൽ ഞങ്ങൾ കടന്നു വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ യേശുക്രിസ്തുവിനോട് നമുക്ക് കാണിക്കുന്ന പ്രതിബദ്ധത ശ്രേഷ്ഠമാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെതായ ശക്തി ശ്രേഷ്ഠമാണെങ്കിൽ, അവൻ്റെ മനോഹരത വർണ്ണിച്ചുകൊണ്ട് ഓരോ ദിവസം മുമ്പോട്ട് പോകുവാൻ സർവ്വകൃപ ദൈവം നമ്മെ അനുവദിക്കുമാറാകട്ടെ. ആമേൻ.